ശ്രീമതി ജാമിദ ടീച്ചർ, ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഈ വെള്ളാപ്പള്ളി പറഞ്ഞാൽ അത് മുസ്ലിം വിഭാഗത്തിനെതിരെയാക്കി ചിത്രീകരിക്കുക, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തിനെതിരെയാക്കി ബോധപൂർവ്വം ചിത്രീകരിക്കുക. ഇന്നലെ ചാനലുകളിലൊക്കെ ഉറഞ്ഞു തുള്ളിയത് ജാമിദ ടീച്ചർ ശ്രദ്ധയപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു കൃത്യമായ ബാലൻസിങ് നടത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ, അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ വിമർശിക്കാൻ പാടില്ല എന്നൊരു പൊതുധാരയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം, ആസൂത്രിത ശ്രമം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വളരെ കിട്ടിയ ചെറിയ സമയം കൊണ്ട് നമ്മുടെ ജലീൽ സാഹിബ് പറഞ്ഞ കേട്ടോ, മുഴുവൻ മുസ്ലിങ്ങൾക്കും എതിരായിട്ട് എന്നെയും ഫസലിനെയും ഒക്കെ ഒന്ന് കോർണർ ചെയ്ത് സംസാരിച്ചു. 15,500 മദ്രസകളുണ്ട്. ഈ മദ്രസകളിലൊക്കെ എന്താണ് സാഹിബെ പഠിപ്പിക്കുന്നത്? മതം വിട്ടവനെ കൊല്ലണമെന്നോ? അപ്പോ ഞങ്ങൾ മതേതരന്മാരായിട്ട് കൊണ്ടും കൊടുത്തും സഹകരിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു. എപ്പോഴാണ് സാഹിബെ ആ സഹകരണം നിസ്സഹകരണമായി മാറിയത്? അടുത്ത് താമസിക്കുന്നവന്റെ മതം നോക്കണമെന്ന് പറഞ്ഞപ്പോഴോ, 7 വയസ്സായവനെ മതം മാറ്റണം എന്ന് നിജോ ട്രൂത്തിന്റെ സ്കൂളിൽ പഠിപ്പിച്ചപ്പോഴോ, മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള KM ഷാജി പറഞ്ഞപ്പോൾ വിവാദമായില്ല. അതിനൊരു കുഴപ്പമില്ല. വെള്ളാപ്പള്ളി പറഞ്ഞതിനെ 100% പിന്തുണ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ മാത്രം എടുത്ത് വിവാദമാക്കിയിട്ട് മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ മുഖമൂടിയാണ് KM ഷാജി പുറത്തു കൊണ്ടുവന്നത്. അവർക്ക് നാടിന്റെ വികസനമല്ല ലക്ഷ്യം, ഒരു പ്രത്യേക സാമുദായിക സമൂഹത്തിന് വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന വെളിപ്പെടുത്തലിനെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സാഹിബെ? നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ മുന്നിൽ മുട്ടുമടക്കിയ സെക്യുലറിസ്റ്റുകളോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് മതരാഷ്ട്രവാദികളുടെ താളത്തിനൊത്ത് തുള്ളുന്ന വെറും കളിപ്പാവകളായി മാറിയ സെക്യുലറിസ്റ്റുകളോടാ ചോദിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ കടിഞ്ഞാൺ മതതീവ്രവാദികളുടെ കയ്യിൽ കൊടുത്തിട്ട് വെറുതെ പിൻ സീറ്റിൽ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതി ആയില്ലേ ഇവിടെ? കേരളത്തെ വർഗീയമായിട്ട് വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനവിഭാഗത്തെ, ഒരു സംഘടനാ വിഭാഗത്തെ എതിർക്കുമ്പോൾ താങ്കൾക്ക് അസഹിഷ്ണുതയാകുന്നു. താങ്കൾക്ക് കേട്ടോണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല. കേരളത്തില് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മറവില് കോൺഗ്രസ് പ്രവർത്തകർ മരം മുറിക്കുന്ന യന്ത്രവാളുകൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളുമായിട്ട് നടു റോഡിൽ അഴിഞ്ഞാടിയത് കണ്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമി, SDPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഇതെല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന യാഥാർത്ഥ്യം കേരളം തിരിച്ചറിയുമായിരുന്നു ഈ ആയുധ പ്രകടനത്തിലൂടെ. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി കരുതി വെക്കാൻ നിങ്ങളുടെ ഈ 15,500 ഏതോ ഒരു മദ്രസയിലല്ലേ സാഹിബെ പഠിപ്പിച്ചത്? അല്ലെ? ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ടാണ് 9 വയസ്സുകാരൻ കേരളത്തിന്റെ മുഴുവൻ അമുസ്ലിങ്ങളെയും കൊല്ലാനുള്ള കുട്ടിക്കാലനാണ് ഞാനെന്ന് തീവ്രവാദ മുദ്രാവാക്യം മുഴക്കിയത്. അപ്പൊ ഇത്തരം അക്രമകരമായിട്ടുള്ള ശൈലിയെ ഞങ്ങൾ എതിർക്കുമ്പോൾ, തീവ്രവാദത്തെ എതിർക്കുമ്പോൾ, ഇസ്ലാം മത രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ ഞങ്ങളെ മുസ്ലിം വിരോധിയായിട്ട് ചിത്രീകരിക്കൽ ശ്രീ ജലീൽ സമയക്കുറോട് മാത്രമാണ്. ടീച്ചർ ജലീൽ മറുപടി. അല്ല, അതൊക്കെ ഇപ്പൊ എന്തു വേണമെങ്കിലും ആരെ സംബന്ധിച്ചും പറയാമല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് താങ്കളടക്കമുള്ളവരോട് അതിയായ ബഹുമാനമുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ RSS സംഘപരിവാർ ഞാൻ എന്റെ വ്യക്തിജീവിതത്തിൽ കണ്ട മാന്യന്മാരുടെ വ്യക്തിജീവിതത്തിൽ കണ്ട ദേഹങ്ങൾ നോക്കിയാൽ മാന്യന്മാർ, അവരുടെ ആശയത്തോടെ എനിക്ക് വിരോധമുള്ളൂ. ആശയത്തോടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ, പോരാട്ടമേ ഉള്ളൂ. അല്ലാതെ ഒരു RSSകാരനും വ്യക്തിപരമായി എന്നെ ഇതുവരെ അപമാനിക്കുകയോ ഹത്യ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ RSSനെ കുറിച്ച് പറയുന്നു, ഭൗതിക രംഗത്ത് ഏറ്റവും മിടുക്കന്മാരാണ് അവർ. അപ്പൊ അവരുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പേര് വിട്ടിട്ട് വന്നിരുന്നുകൊണ്ട് സ്വന്തം സമുദായത്തിന്റെ കുറെ പരദൂഷണവും ഇല്ലായ്മയും പറഞ്ഞാൽ എന്തെങ്കിലും ആയി കളയാം എന്നുള്ളത് തൽക്കാലം നടക്കില്ല. അത് പൊട്ടിച്ചിരിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇതൊന്നും വലിയ വിപ്ലവമൊന്നുമല്ല. ഞാൻ പറഞ്ഞു തീരട്ടെ, താങ്കൾ പറഞ്ഞപ്പോ ഞാൻ തീർച്ചയായും വീണ്ടും ശ്രീ ജലീലാണ് ഇത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോ, പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോ ശ്രീ ജലീൽ കൊണ്ടുപോകുന്നത് നേരെ ഇസ്ലാമിലേക്കാണ്. ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. അത് ബോധപൂർവമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ലല്ല, നമ്മുടെ രാജ്യം നിരോധിക്കപ്പെട്ട ഏറ്റവും വലിയ ഒരു തീവ്രവാദ സംഘവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ നമ്മുടെ ഒരു സൗഹൃദ രാഷ്ട്രമായ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് ചർച്ച നടത്തി ജാമിദ ടീച്ചർ വന്ന് തട്ടിവിടുന്നേ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പഠിക്കണം. ആ രീതിയിലുള്ള ചർച്ചകൾ വഴിതിരിച്ചു വിടരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കഴിവുകേട് മോഡിക്കാണ്. എന്റെ പൊന്നു ടങ്കു സാറേ, BJPയുടെ പ്രതിനിധി, ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങളുടെ ഇരട്ട ചങ്കും 3 ചങ്കും ഒക്കെ ഉള്ള അമിത്ഷായുടെ അടുത്ത് രാജിവെച്ച് പുറത്തു പോകാൻ പറയൂ. അങ്ങനെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും പറയുന്നത്?
അയ്യോ ദേ ഫാസിസം വന്നേ എന്ന് പറഞ്ഞ് കരച്ചിലായിരിക്കുമല്ലോ ശ്രീ ജലീൽ. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്കും മത തീവ്രവാദികൾക്കും എതിരായിട്ടുള്ള ഒരു നീക്കത്തിനും ഈ നാട്ടിലെ ഒരു സെക്യുലർ പ്രവർത്തകനും എതിരെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോ നിങ്ങളുടെ മുന്നണിയിലെ ആരിഫ്, അന്ന് MP ആയിരുന്ന ആരിഫ് പറഞ്ഞ വാക്കുകൾ ഇന്നും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ശ്രീ ജലീൽ, RSSകാർക്ക് ബോധ്യമാകും, കൂടുതൽ ആവേശമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന വിഷയത്തിൽ മതേതര സമൂഹത്തിനും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അത് നിങ്ങളൊക്കെ സമീപിച്ചുകൊണ്ട് നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്കത് ബോധ്യമാകുന്നത് ഇടതുപക്ഷ പ്രവർത്തകർ എത്രയോ കാലം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അപകടങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. അതെ, 2006 മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വീട്ടുപടിക്കലായിരുന്നു അന്ന് ഇടതുപക്ഷം മുഴുവൻ. അതിന്റെ കണക്കുകൾ ഇവിടെ ഉണ്ട്. അന്ന് ജമാഅത്തെ ഇസ്ലാമി നമ്പർ 1 സൂപ്പർ ആയിരുന്നു. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് BD സതീശൻ കൊണ്ട് നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രശ്നം. പാലക്കാട് ഇതേ കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ്, ബാലൻ വാ തുറക്കരുതെന്ന്. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വാ തുറക്കരുതെന്ന് പറഞ്ഞത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയാ. എന്താ കാരണം? ജമാഅത്തെ ഇസ്ലാമി പാർട്ടി ഇങ്ങനെയാണ് നിർദ്ദേശം കൊടുക്കുന്നത്. പാർട്ടിയുടെ നയം പ്രഖ്യാപിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും പാർട്ടിക്ക് വക്താവുണ്ട്. അല്ലാതെ ജാമിദ ടീച്ചർ വന്ന് അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അങ്ങ് കൂടി ഉൾപ്പെടുന്ന മുന്നണിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ഫസൽ പോയിന്റ് കൂട്ടിച്ചേർക്കാം, അത് കഴിഞ്ഞ് എനിക്ക് സംഘത്തിലേക്ക് പോയി കൺക്ലൂഡ് ചെയ്യണം. ഫസൽ, എന്റെ മുന്നണിയുടെ നിലപാട് TP രാമകൃഷ്ണൻ സഖാവ് പറയും, LDF കൺവീനർ. അതല്ലാതെ പാർട്ടിയുടെ നിലപാട് CPM-ന്റെ സഖാവ് മറുപടി പറയട്ടെ. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ച ബാലനെതിരെ നിൽക്കണം. പറഞ്ഞോളൂ ഫസൽ. ഞാൻ മറുപടി പറയട്ടെ. ജലീൽ പറയുന്നുണ്ടല്ലോ നരേന്ദ്രമോദിയും അമിത്ഷാക്കും എന്ത് നോക്കുകയാണ് എന്നൊക്കെയല്ലേ ചോദിക്കുന്നത്. ഖത്തറിന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരന്മാരും ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയും കൂടിക്കാഴ്ച നടത്തുന്നതിൽ നരേന്ദ്രമോദി അമിത്ഷായും എന്ത് ചെയ്യാനാ? ഖത്തർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാ ഇസ്രായേൽ നേരിട്ട് അങ്ങോട്ട് ആക്രമണം പോലും നടത്തിയത്. ഈ പറയുന്ന കാലിദിൻസൻ എന്ന ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവി കൂടിക്കാഴ്ച നടത്തിയ അതേ മേധാവി മലപ്പുറത്ത് ഓൺലൈനിൽ പ്രസംഗിച്ചു, ഓൺലൈനിൽ സംസാരിച്ചു. അത് ജമാഅത്തെ ഇസ്ലാമി കണക്ട് ചെയ്തതാണ്. ഈ പറയുന്ന കാലിദിൻസനെ ഇതാണ് പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് ആഗോള ഭീകര ബന്ധമുണ്ടെന്നാ പറയുന്നത്. അതിൽ അമിത്ഷാ ഈ കൂടിക്കാഴ്ച നടത്തിയാൽ ഖത്തറല്ലേ നോക്കണ്ടേ? അതെ, നട്ടെല്ല് ഉള്ളതുകൊണ്ടായിരിക്കാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ പാർട്ടി ഓഫീസുകളിൽ പോയിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്.